സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. വേനൽ ചൂടേറുന്ന സമയത്ത് കുടിവെള്ള വാട്ടർ ടാങ്ക് നീക്കം ചെയ്ത് ജനദ്രോഹ നടപടിയുമായി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത്. എത്രയും പെട്ടെന്ന് വാട്ടർ ടാങ്ക് തൽസ്ഥാനത്ത് കൊണ്ടുവയ്ക്കണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനങ്ങൾ പറയുന്നു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തീണ്ടാപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് 5000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് പ്രദേശത്ത് സ്ഥാപിച്ചത്. തുടർന്ന് വന്ന കോൺഗ്രസ് ഭരണസമിതി പദ്ധതി പൂർത്തീകരണത്തിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തിയില്ല. പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവച്ച ടാങ്കിൽ പ്രദേശത്തെ ജലസംഭരണികളിൽ നിന്നും വെള്ളമെത്തിച്ച് 30ഓളം കുടുംബങ്ങളുടെ നിത്യവൃത്തിക്കായി ഉപയോഗിച്ച് വരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച രാത്രി പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞ ചില ആളുകളെത്തി വാഹനത്തിൽ ടാങ്ക് കടത്തിക്കൊണ്ടുപോയത് എന്നാണ് പരാതിയുള്ളത്. ആ ടാങ്ക് ഉള്ള കാരണമാണ് ഞങ്ങൾ വെള്ളം അതിൽ നിറച്ചിട്ടാണ് മുക്കിയെടുക്കാറുള്ളത്. ആ ടാങ്ക് ഇങ്ങനെ എടുത്തിട്ട് പോയിരിക്കും, ആരും കാണാണ്ട്. 28 കുടുംബങ്ങളിൽ വെള്ളമെടുക്കുന്നതാണ്. ആ ടാങ്ക് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വെച്ച് തരണം. സംഭവത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾ ഗ്രാമസഭയിലൊക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ ഒരു ടാങ്ക് കൊടുന്ന് ഇറക്കിയൊരു അതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡൊക്കെ തരാമെന്ന് പറഞ്ഞാണ്. അതിനുശേഷം ഒരു ഫണ്ട് വെക്കുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ ഇത് ആരോട് ചോദിക്കാതെ കണ്ട് ഇവർ ഈ ടാങ്ക് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി ധൈര്യം വേണ്ട ഇവർക്ക്, അത് ഞങ്ങൾക്ക് അറിയണം. പിന്നെ അതുപോലെ തന്നെ ലൈനിൽ പൈപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ കോറ അവിടെ ഞങ്ങളുടെ മുകളിലേക്ക് ഞങ്ങളുടെ എസി കോളനികളിലൊന്നും ഈ പൈപ്പ് എത്തിയിട്ടില്ല, അവിടേക്ക് കീറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം തരില്ല എന്നൊരു ഉദ്ദേശത്തിലാണല്ലോ അവരിതൊക്കെ ചെയ്യുന്നത്. ഗതികെട്ട ഭരണാധികാരികൾ വന്ന് കള്ളന്മാരുടെ പോലെ കൊണ്ടുപോകുന്ന പോലെയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും തരില്ലാത്ത പോലെയാണ് കോൺഗ്രസിൻ്റെ ആൾക്കാരില്ല. അതിൽ BJPയും പങ്കുണ്ട്. അതാണ് തെറ്റ്. ശരിക്കും നോക്കുമ്പോൾ കോൺഗ്രസിനും രക്ഷപ്പെടാൻ കഴിയില്ല, BJPക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് വോട്ട് ചെയ്തിട്ട് എങ്ങനെ ജയിച്ചു പോയെന്നുള്ളൂ കോൺഗ്രസും BJPയും. 2.5 വർഷം മേപ്പോട്ട് നോക്കിയിട്ട് പോയതാ. കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാതെ ജനങ്ങളെ ദ്രോഹിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ടാങ്ക് മോഷ്ടിച്ച ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. തുടക്കകാലത്ത് ഇവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ആരംഭിക്കുന്നു എന്ന് പേര് പറഞ്ഞാണ് ഇങ്ങനെ ഒരു ടാങ്ക് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചത്. വേനൽക്കാലത്ത് വലിയ പ്രയാസമാണ് ഇവിടുത്തെ ആളുകൾക്ക് വെള്ളം കിട്ടാൻ കിലോമീറ്ററോളം പോയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ടാങ്കിൽ വെള്ളം നിറച്ച് അത് പിന്നീട് കോരിയെടുത്താണ് വീടുകളിൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ മാർച്ച് ഫെബ്രുവരി മാസം കഴിഞ്ഞു, അതിരൂക്ഷമായ വേനൽ വരാൻ പോവാണ്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ കുടിവെള്ള സംഭരണികളെല്ലാം വറ്റി തുടങ്ങി. ഈ സംഭരണിയിൽ നിറച്ച വെള്ളം വേണമായിരുന്നു അവർക്ക് ഉപയോഗിക്കാൻ. ഇവിടുത്തെ ആളുകളുടെ ആകെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു നടപടിയാണ് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്മജയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. 28ഓളം കുടുംബമാണ് ഈ സംഭരണി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന് കണ്ടെത്താൻ വേണ്ടി കണ്ടെത്തിയിരുന്നത്. ഇവർക്ക് ആകെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്ന മറ്റേ വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 28 കുടുംബങ്ങളിൽ ഭൂരിഭാഗവും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തീരെ ദുർബലരായ മനുഷ്യരാണുള്ളത്. അവർക്ക് സ്വന്തമായി ഒരു ടാങ്ക് കെട്ടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടിവെള്ള സ്രോതസ്സുകൾ ഉണ്ടാക്കാനോ ഉള്ള സാമ്പത്തിക ശേഷി ഉള്ളവരല്ല. അത്തരത്തിലുള്ള ആളുകളെ ദ്രോഹിക്കുക എന്ന നടപടിയാണ് സ്വീകരിച്ചിട്ട് കള്ളന്മാരെ പോലെ രാത്രി വന്നാണ് ടാങ്ക് ഇവിടെ നിർത്തിട്ട് പോയിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധം CPIM ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തും. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ടാങ്ക് തിരിച്ചിവിടെ സ്ഥാപിക്കണം. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ആ ടാങ്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ആ പദ്ധതി പൂർത്തീകരിക്കും വേണം. എത്രയും പെട്ടെന്ന് വാട്ടർ ടാങ്ക് തൽസ്ഥാനത്ത് കൊണ്ടുവയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗവും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ KP ഉമാശങ്കർ, CPIM തിരുവല്ലോമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S ദിലീപ് എന്നിവർ പറഞ്ഞു. തിരുവല്ലോമല പഞ്ചായത്തിലെ 8ാം വാർഡിൽ തീണ്ടാമ്പാറ പ്രദേശത്തുള്ള പൊതുജനങ്ങളാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തുചേർന്നിരിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായൊരു പ്രദേശമാണ്. ഇവിടെ 3 വർഷത്തിന് മുമ്പ് ഒരു കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി 5000 ലിറ്റർ സംഭരണ ശേഷിയുള്ള വലിയൊരു ടാങ്ക് ഇവിടെ സ്ഥാപിച്ചിരുന്നു. പദ്ധതിയുടെ പൂർത്തീകരണം നടന്നിട്ടില്ലെങ്കിലും
ആ ടാങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശത്തെ 30ഓളം വരുന്ന കുടുംബങ്ങൾ കുടിവെള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ ഈ പ്രദേശത്തുകാർക്ക് ഈ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പണം മുടക്കാതിരിക്കുക എന്നത് മാത്രമല്ല, ഈ 3 വർഷത്തിലപ്പുറമായി ഇരിക്കുന്ന 5000 ലിറ്റർ ടാങ്ക് ഇന്നലെ രാത്രി ചില ആളുകളെ ഉപയോഗിച്ച് ഇവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. ആ ടാങ്ക് അടിയന്തരമായി എവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ഈ പ്രദേശത്തെ ജനങ്ങളാകെ പഞ്ചായത്തിനെതിരായി കൊണ്ടുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരും എന്ന് സൂചിപ്പിക്കുകയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവല്ലോമല.